നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ കുറേ അമ്മമാരുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, അവരുടെ എല്ലാം കൈകളിൽ ബൈബിളുണ്ട്. ഈ ബൈബിള് ഇവിടെ ഇവിടുന്ന് ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ച ബൈബിളല്ല, ഇവർ തന്നെ കൈകൊണ്ട് എഴുതിയ ബൈബിളാണ് ഈ ബൈബിള്. അപ്പോൾ ഒന്ന് പേരൊന്ന് പെട്ടെന്ന് പറയാമോ? ലിസി ജോയ്, എൽസി റാഫേൽ, ലിസി ജോസ്, അൽഫോൻസ, ജൂലി ജോസ്, അനി ജോസഫ്, ബിന്ദു ആൻഡോ, ജോയ്സി ജോർജ്, റോസ്മോൾ. അപ്പോൾ അങ്ങനെ സ്നേഹമുള്ളവർ, അത്രയും നല്ല അമ്മമാരെ നമുക്ക് ബൈബിൾ അവിടെ എഴുതി. ഇവർ പറയുകയാണ് ചെയ്തു, ഞാനിപ്പോൾ സംസാരിക്കുന്ന ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്, തലൂരുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ 500ഓളം പ്രേക്ഷിതരല്ലേ ഇങ്ങനെ ഈ വർഷം ബൈബിൾ എഴുതി പൂർത്തിയാക്കി, പുതിയ നിയമം. അപ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹത്തിന്റെ ബൈബിൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ? ഒത്തിരി ദൈവാനുഗ്രഹം ലഭിച്ചോ? അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങളും ബൈബിൾ എഴുതാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഇവർക്ക് ലഭിച്ച ദൈവാനുഭവത്തിന്റെയും ആ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന് പ്രത്യേകത, ഇവിടെ ജെറുസലേം ദേവാലയത്തിൽ ഈ ഗ്രൂപ്പിന് പ്രത്യേകത എന്താ പറയാോ? വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സെന്റ് വിയാനി ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഞാനും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തുള്ള ഒത്തിരി വൈദികർ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷയോട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? ഇനി ബൈബിൾ എഴുതിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, നിങ്ങൾക്ക് ബൈബിൾ എഴുതിയതിന് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ബൈബിൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒന്ന് പറയാമോ? ബൈബിൾ എഴുതിയപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ചേച്ചി പറഞ്ഞേ പിന്നെ എഴുതണമെന്ന് തോന്നുന്നു. വീണ്ടും എഴുതാൻ തുടങ്ങി. ഈ ബൈബിള് ചേച്ചിയുടെ കയ്യിലിരിക്കുമ്പോൾ എന്തോ ദൈവിക അനുഭവം പോലെ, അല്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇവർക്ക് കിട്ടിയ ഈ ദൈവാനുഭവം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ബൈബിൾ എഴുതുക എന്ന് പറഞ്ഞു. ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിദേശ നാട്ടിലേക്ക് പോകാൻ പറ്റും. 10 ദിവസം അവിടെ പോയി ഹോളിലാൻഡ് ഈ ബൈബിളിൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അതെ, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവർക്ക് പല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഒരാഴ്ചക്ക് മോളുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് വീണപ്പോൾ എൻ്റെ കയ്യിൽ ബൈബിളിൻ്റെ കവറുണ്ടായിരുന്നു, ബാഗുണ്ടായിരുന്നു. എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും എൻ്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവിച്ചു. യോഗങ്ങൾ ധാരാളം. ഞാൻ ഈ ബൈബിൾ എഴുതായിരുന്നപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണക്കാരെ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ എഴുതി കഴിയുമ്പോഴേക്കും എൻ്റെ മകൻ്റെ വിവാഹം കഴിയണം. രണ്ട് ശുശ്രൂഷ സുവിശേഷം 2 ആയപ്പോഴത്തേക്കും മത്തായിയും മർക്കോസും കഴിഞ്ഞപ്പോഴത്തേക്കും മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലോ, അല്ലേ? ഞാനിപ്പോൾ ഈ എഴുതിയത് 2ാമത്തെ പുതിയ നിയമം ബൈബിളാണ്. 2ാമത്തെ എഴുതി 3ാമത്തെ ഇപ്പോൾ പുതിയ നിയമം പഴയ നിയമം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ നിന്ന്, ബസ്സുമായിട്ടുള്ള സ്കൂട്ടർ ആക്സിഡൻറ്റിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. പിന്നെ എനിക്ക് കുറച്ച് രോഗപീഠകളുണ്ട്. എന്നിരുന്നാലും ഈ ബൈബിൾ എഴുതി തീർക്കാൻ പറ്റിയത് വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. മകന് കാലിന് ലിഗ്മെൻ്റ് തെറ്റിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ 2ാമതും അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാലിന് പ്രശ്നമായി, ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഈ ബൈബിൾ എഴുതി അവസാനിക്കുന്നതോട് കൂടിയിട്ട് അവൻ്റെ കാലിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. അപ്പോൾ അവൻ സൂപ്പർ പവറിലാണെന്നാണ് പറയണത്. യാതൊരു ചികിത്സയും വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒത്തിരി നോക്കി, ഇപ്പം നിങ്ങളെല്ലാത്തിൽ 6, 4, 6, 8, 9 പേരെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുള്ളൂ. 500ഓളം ആളുകൾ ഇവിടെ ദൈവവചനം എഴുതിയിട്ടുണ്ട്. അവരുടെ ഒക്കെ അനുഭവങ്ങൾ, എത്ര അനുഭവങ്ങൾ അവർക്കുണ്ടല്ലേ? അപ്പോൾ ഇത് സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിനോട് താല്പര്യം കാണിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ വചനം എഴുതുമ്പോൾ, പിന്നീട് വചനം ജീവിക്കുമ്പോൾ, അല്ലേ? ഈ വചനം വായിച്ച്, വചനം എഴുതി, പിന്നെ നമ്മൾ വചനം ജീവിക്കുന്നവരായിട്ട് മാറണം, ജീവിക്കുന്നവരാണ്. അപ്പോഴാണ് ഏറ്റവും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് വിശുദ്ധിയിലോട്ട് വളരാൻ പറ്റും. അപ്പോൾ ഈ അമ്മമാരെല്ലാം നമുക്ക് മാതൃകയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എല്ലാ പുരോഹിതരുടെയും ചേർന്ന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ എല്ലാവരും സമർത്ഥമായിട്ട്. ഈ ജെറുസലേം വചനകൂടാരത്തിലെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഫാദർ ഡേവിസ് പട്ടത്തച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് നടത്തിയിട്ടുള്ളത്. അച്ഛൻ്റെ വലിയൊരു പ്രോത്സാഹനമുണ്ട് ഞങ്ങൾക്ക്. അതും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഡേവിസ്
പട്ടത്തച്ഛൻ അച്ഛനാണ് ജെറുസലേം ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛൻ. ഫിയാറ്റ് മിഷന് വേണ്ടിയിട്ട് യാത്രത്തിന് വേണ്ടി ആ ഒരു നിയോഗം കൂടെ വെച്ചാണ് ഇവർ എഴുതിയത്. അച്ഛനോടൊപ്പം മറ്റുള്ള എല്ലാ അച്ഛന്മാരുണ്ട്, ജോപ്പാച്ചേരി അച്ഛൻ, ജോസച്ചൻ, എല്ലാവരും ഓർക്കുന്നു അല്ലേ? എല്ലാ അച്ഛന്മാരും കൂടിയിട്ട് എല്ലാവരുടെയും കൂടി പ്രയത്നമാണ്. അതെ അതെ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ മറക്കരുത്, ബൈബിൾ വായിക്കുക, ബൈബിൾ എഴുതുക, ബൈബിൾ പ്രചരിപ്പിക്കുക. അവസാനം അതിന് ജീവിക്കുന്നവരായിട്ട് മാറുക. ജീവിക്കുന്നവരായി മാറി. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. അപ്പൊ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ എന്നും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്.